മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും അവിടുന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ സകല അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ അരികിലേക്ക് വലിയ ജനക്കൂട്ടം കടന്നു വരികയാണ്. അപ്പോൾ ഈശോനാഥൻ ശിഷ്യന്മാരോട് വള്ളം ഒന്ന് മാറ്റിയിടാനായിട്ട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ നടുവിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിനൊരു മാറ്റത്തിന് വഴിയൊരുക്കാനായിട്ടാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുക. വള്ളം മാറ്റിയിടാനായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന ഈശോ ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഈശോയ്ക്ക് പ്രവർത്തിച്ചുകൂടായിരുന്നോ? എന്തിനാ ആ തിക്കിലും തിരക്കിലും പെടാതെ അല്പം വള്ളം മാറ്റിയിടാൻ പറഞ്ഞത്? ലോകത്തോട് ചേർന്ന് ജീവിക്കേണ്ടവനല്ല ക്രിസ്തു ശിഷ്യൻ. ലോകത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽ നിൽക്കേണ്ടവനല്ല ക്രിസ്തു ശിഷ്യൻ. അവൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ആ മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ ആരവങ്ങൾക്ക് നടുവിൽ ജീവിക്കാതെ, ലോകം നൽകുന്ന തിന്മയിൽ ജീവിക്കാതെ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ മാറ്റം നീ നേടിയെടുത്താൽ നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരിക്കും എന്ന് തിരിച്ചറിയുക. അതിനുശേഷം നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഈശോനാഥൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുക. എന്തിനാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. തന്നോട് കൂടെ ആയിരിക്കാൻ. ഈശോനാഥൻ ആദ്യം ഉപയോഗിക്കുകയല്ല, സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശിഷ്യന്മാരെ ഈശോ ആദ്യം സ്വന്തമാക്കിയതിന് ശേഷമാണ് പ്രവർത്തനങ്ങളിലേക്കായിട്ട് അയക്കുന്നത്. തന്നോട് കൂടെ ആയിരിക്കാൻ. അതിനുശേഷം പല അധികാരവും കൊടുത്തു വിടുന്നുണ്ട്. ആദ്യമേ കൂടെ ആയിരിക്കുക, സ്വന്തമാക്കുക ശിഷ്യന്മാരെ ആദ്യമായിട്ട് അവൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ദൈവം ഒറ്റ നിമിഷം കൊണ്ട് തന്നു എന്ന് വരികയില്ല. നീ ചോദിക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് വരത്തില്ല. ആദ്യമേ ഈശോ സ്വന്തമാക്കും. നിന്റെ ജീവിതത്തെ ഈശോ സ്വന്തമാക്കിയതിന് ശേഷമാണ് നിന്റെ ജീവിതത്തിലേക്ക് എല്ലാം ദൈവം തരികയുള്ളൂ, നിനക്ക് ആവശ്യമുള്ളത്. അത് നീ മനസ്സിലാക്കിയിരിക്കണം. നിന്റെ വേദനയുടെ നിമിഷങ്ങളിൽ, നിന്റെ കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിൽ, നിന്റെ രോഗത്തിൻ്റെ നിമിഷങ്ങളിൽ, നെഞ്ചു നീറുന്ന അനുഭവങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ ഈശോ നിന്നെ സ്വന്തമാക്കുന്ന നിമിഷങ്ങളാണ് എന്ന് നീ തിരിച്ചറിയണം. സ്വന്തമാക്കിയതിന് ശേഷം അവിടുന്ന് നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ തരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വേദനകളുടെ നിമിഷങ്ങളിൽ, കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ, കുറവുകളുടെ നിമിഷങ്ങളിൽ, നെഞ്ചു നീറി നിൽക്കുന്ന നിമിഷങ്ങളിൽ നീ നിരാശപ്പെടേണ്ട. നീ കർത്താവിൻ്റെ സ്വന്തമാകുന്ന നിമിഷങ്ങളാണ് ആ നിമിഷങ്ങളെന്ന് ബോധ്യത്തോടെ നിൽക്കുക. പ്രാർത്ഥന വിടരുത്, നിരാശപ്പെടേണ്ട, പ്രത്യാശ കൈവിടരുത്. ഉപരി കർത്താവ് സ്വന്തമാക്കിയാൽ നിനക്കെല്ലാം ലഭിക്കുമെന്നുള്ള ബോധ്യം ജീവിതത്തിലുണ്ടാവുക. ഈ 2 ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൻ്റെ മാറ്റം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ. 2, നിന്നെ സ്വന്തമാക്കും ആദ്യമേ ഈശോ. അതിനുശേഷം നിൻ്റെ ജീവിതത്തിലെല്ലാം തരും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈശോയുടെ പക്കലേക്ക് നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൊടുത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈ ആഴ്ച ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. ഇവരുടെ അധ്വാനങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. പഠനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. പോകുന്ന വഴികളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.